തിരുവനന്തപുരത്ത് നിന്ന് പെൺകുട്ടിയെ ഒരുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവള് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വന്നാലേ സമ്മതിക്കൂ. ഇത്രയും വേദന വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കണില്ല. നന്നായി. അപ്പം അപ്പഴ് ഞാൻ മോർ ടെൻസ്ഡ് ആയി. ഒരു സ്ഥലത്തില്ല പറയാൻ, ഒരിടത്ത് പാല് കാച്ച, ഒരിടത്ത് കല്യാണം എന്ന് പറയാൻ മേക്കപ്പ് നടക്കണുണ്ട്. മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് നമുക്ക് ടെൻഷൻ കാണിക്കാൻ പറ്റില്ല. പക്ഷെ 7 സമയം ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ എപ്പം തിരിച്ച് എറണാകുളത്ത് എത്തും. അപ്പൊ ഞാൻ തിരിച്ചെത്തുന്ന സമയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കുട്ടീനെ 9 മണിക്ക് മേക്കപ്പ് തീർക്കണം. 9 മണിക്ക് അവിടെ നിന്ന് നേരെ എറണാകുളത്ത് എത്തുക. അന്ന് ലോകത്തില്ലാത്ത അത്രയും ട്രാഫിക്. ഞാനിങ്ങനെ വണ്ടി വരുമ്പോ ഞാൻ ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ലോകത്തുള്ള എല്ലാ ട്രാഫിക്കും എന്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റ് പോലെ അല്ലേ? ആ ഒരു ടെൻഷനും നമ്മൾ അത്രയും ആൾക്കാര് ട്രാഫിക് വരുന്നു. അപ്പം അവിടെ എത്തി. ഞാൻ എത്തിയിട്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ നമ്മുടെ യൂട്യൂബൊക്കെ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഫുള്ള് നഴ്സുമാര് ഫുള്ള് നാരായണിയാണോ നാരായണനാണോ എന്നുള്ളത് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഞങ്ങളുടെ കുട്ടീനെയാണ് ഡോക്ടർ ആദ്യമായിട്ട് പ്രസവിച്ചപ്പം ഡോക്ടർ പറയുന്ന ആണാണോ പെണ്ണാണോ എന്നല്ല ഇവളുടെ അടുത്ത് പറഞ്ഞ, ഇറ്റ് ഈസ് നാരായണി എന്ന്. ഡോക്ടറാണ് ആദ്യമായിട്ട് ആ കുട്ടീനെ വിളിക്കുന്നത് നാരായണി. അപ്പം എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ട്. അപ്പൊ ഷെറിലിന്റെ അടുത്ത് പറയുന്നത് മോള് എന്നല്ല, എന്താ പറഞ്ഞത് ഡോക്ടർ? നാരായണി ഈസ് കമ്മിങ്. അവര് ചെടുത്തപ്പോ അതാ പറഞ്ഞത്. എന്തായിരുന്നു ആ ഒരു ഫീല്? ഞാനൊരു നാരായണനെ ഉദ്ദേശിച്ച് കിടന്നപ്പോ പെട്ടെന്ന് നാരായണി എന്ന് പറഞ്ഞപ്പോ സന്തോഷം, എന്തായാലും സന്തോഷം. നമ്മള് പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. അപ്പൊ നമ്മള് സന്തോഷമായിരുന്നു ആ ഒരു നിമിഷം. പക്ഷെ കൂടുതൽ സന്തോഷം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ മോളെ ആഗ്രഹിച്ചപ്പോ ഒരാഴ്ച മുമ്പ് വരെ എനിക്ക് ആണ് വേണോന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു. പക്ഷെ ആ ഒരാഴ്ചക്ക് വിട്ട് ഈ ഒരാളുടെ പെൺകുട്ടിയോടുള്ള അതിയായ ആഗ്രഹം കാണുമ്പോൾ നമ്മള് വേണ്ട, എനിക്ക് ആണ്, എനിക്ക് പെണ്ണിനെ മതി എന്ന് ഞാൻ തന്നെ സ്വയമേ ചിന്തിച്ചു. പക്ഷെ പെട്ടെന്ന് കേട്ടം സന്തോഷം കൊണ്ട് സത്യത്തിൽ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി ആ സമയത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് കരയൊന്നും വേണ്ട, നല്ല ബേബിയാണ്. മോളിങ്ങനെ കരഞ്ഞുകൊണ്ട് എടുക്കുമ്പോഴാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഈ പുറത്തെ സംഭവങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ പുറത്തിറങ്ങി നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ വന്നപ്പോഴാണ് സത്യത്തിൽ ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു, സങ്കടം വരുന്നു, കരഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ? അത് നിങ്ങളുടെ ഡെലിവറിയുടെ ഇത് കണ്ടിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു കരയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അപ്പൊ അത്രയും എൻ്റെ ആ ഒരു സെന്റിമെന്റലും പിന്നെ ആ ട്രിവാൻഡ്രത്തെ ട്രാവലിങ്ങും ഫുള്ള് ഉണ്ട് ഞങ്ങളുടെ ചാനലില്. അപ്പൊ ആ ഒരു ഇത് ഞാൻ അകത്ത് റൂമിൽ കിടന്നപ്പോ ഉണ്ടായിട്ടുള്ള ഫുള്ള് കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റി സത്യത്തെ. അപ്പൊ ഞാനും ഈ പറഞ്ഞ വ്യക്തി എന്തിനാ കരഞ്ഞെന്ന് വെച്ച് ഞാനും പൊട്ടി കരഞ്ഞിട്ട് ഞാൻ വികാസിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഞാനും കരഞ്ഞു പോയി കേട്ടോ എന്ന് പറഞ്ഞു.